അപ്പൊ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കിനും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കേണ്ടത്. അടുത്ത യൂണിറ്റ് സ്ഥിതിവിവര കണക്കാണ്. ഈ സ്ഥിതിവിവര കണക്കിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വേരിയബിൾ ഉപയോഗിക്കുന്നത്, വേരിയബിളിൽ നിന്ന് എങ്ങനെ സമവാക്യങ്ങൾ ഉണ്ടായി, സമവാക്യങ്ങളിൽ നിന്ന് എങ്ങനെ സമവാക്യ ജോഡികൾ ഉണ്ടായി, 100ൽ എത്ര എന്നുള്ളത് ശതമാനത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ പറയുന്നത് അക്ഷരഗണിതം. അക്ഷരഗണിതം എന്ന് വെച്ചാൽ ഇവിടെ ഓൾജിബ്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് LPSC UPSC പരീക്ഷയുടെ SCRT ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു സിലബസ് ഉണ്ട്. അപ്പൊ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ അതിന് വർക്കൗട്ടിനായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് കൂടി ആശ്രയിക്കാം എന്നുള്ളതേ ഉള്ളൂ. അറിയാലോ നമ്മുടെ ഒരു പരീക്ഷയുടെ രീതി. അപ്പൊ അതിനകത്ത് മെന്റൽ എബിലിറ്റി പാർട്ട് വളരെ കുറവാണ്. പിന്നെ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മെന്റൽ എബിലിറ്റി അതിനകത്ത് ചോദിച്ചേ ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ കുറവായിരുന്നു മെന്റൽ എബിലിറ്റി, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് എവിടെ തന്നെ ഫോക്കസ് ചെയ്യുക, മാത്സിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അതും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അപ്പൊ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കിനും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ടെക്സ്റ്റ് ബുക്കുകളും. അപ്പൊ മാത്സിന്റെ കാര്യം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൽ ഓരോന്നിനും എത്ര പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്കിന് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് സിലബസിനെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് ടോപ്പിക് ഉള്ളത്, ആ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി വെച്ചിട്ട് വേണം ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാൻ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ക്ലാസ് ആയിട്ട് തന്നെ എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്തറിയണം, നമ്മുടെ സിലബസിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടേ? വേണം. അപ്പൊ എല്ലാവരും നോക്കിക്കോളൂ, നമ്മുടെ സിലബസിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് സിമ്പിൾ അരിത്തമെറ്റിക് എന്നുള്ള രീതിയിൽ മാത്രമാണ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നുള്ള രീതിയിലല്ല. നേരത്തെയൊക്കെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ സിലബസിനകത്ത് സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും നമുക്ക് വേണം. വർഗവും വർഗമൂലവും, ശരാശരി, അനുപാതം അംശബന്ധം, ശതമാനം, ജോലിയും സമയവും, ദൂരവും സമയവും, ക്ലോക്ക്, ക്ലോക്കിലെ കോണുകൾ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്നത് പലിശ, കൂട്ടുപലിശ, ജ്യാമിതി, ഘനരൂപങ്ങൾ. ജ്യാമിതിയും ഘനരൂപവും കൂടെ ചേർത്തിട്ട് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഘനരൂപങ്ങൾ എന്ന് പറയുന്നത് ജോമെട്രിക്കകത്ത് വരുന്നത് തന്നെയാണ്, പക്ഷെ അതെന്താണ് 3D ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് രണ്ട് ടേംസ് ആയിട്ട് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ചെറു പൊതുഗുണിതം, വൻ പൊതുഘടകം, LCM ആൻഡ് HCF, പിന്നെ ലാഭം, നഷ്ടം, വിൽപ്പന, അതുപോലെ മെട്രിക് അളവുകൾ എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അളവുകൾ, അവരുടെ കൺവേർഷൻസ്, അതൊക്കെയാണ്. പിന്നെ ബീജഗണിതം അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ. ബീജഗണിതം എന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു വാല്യൂ കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എക്സും വൈയും ഒക്കെ ഇട്ട് വേരിയബിൾ ഇട്ടിട്ട് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂസ് കണ്ടെത്തുന്ന രീതി, അല്ലെങ്കിൽ അക്ഷരങ്ങൾ സംഖ്യകൾക്ക് പകരം ഉപയോഗിക്കുന്ന രീതി, അതിനെയാണ് ബീജഗണിതം എന്ന് പറയുക. അതിനോടൊപ്പം സർവ്വസമവാക്യങ്ങൾ പഠിക്കണം കേട്ടോ. അതിനകത്ത് തന്നെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, ബഹുപദങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സാംഖ്യകം, സംഖ്യകളുമായി ബന്ധപ്പെട്ടത്, സംഖ്യകളെ സംബന്ധിക്കുന്ന കുറേയധികം ചോദ്യങ്ങൾ. പിന്നെ പാറ്റേൺസ്, മാനസിക ശേഷി പരിശോധന, സംഖ്യാശ്രേണികൾ, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള പല പരീക്ഷകളും എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന പാറ്റേണുകൾ എന്ന് പറയുന്ന സംഗതി 1-2 കിട്ടിയിട്ടുണ്ട്. പിന്നെ സംഖ്യാശ്രേണികളും കിട്ടിയിട്ടുണ്ട്. മാനസിക ശേഷി പരിശോധന അഥവാ മെന്റൽ എബിലിറ്റി നമ്മുടെ പരീക്ഷകളിൽ വന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. 1-2 ചോദ്യങ്ങൾ പരമാവധി പല പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏതിൽ തന്നെയാണ്, മാത്സിൽ തന്നെയാണ്, എസ്പെഷ്യലി ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്ന് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഏതൊക്കെ യൂണിറ്റ്സ് ഒഴിവാക്കി നിർത്താം, ഏതൊക്കെ യൂണിറ്റ്സിന് പ്രാധാന്യം കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ 5ാം ക്ലാസ്സിലേക്ക് പോവാം. 5ാം ക്ലാസ്സിൽ ആദ്യത്തെ യൂണിറ്റ് സംഖ്യാലോകം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സംഖ്യകളുമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ, സംഖ്യകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
അത് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സംഖ്യാലോകം പോലെ ഒരു യൂണിറ്റ് ആണ് സംഖ്യകൾക്കുള്ളിൽ എന്ന് പറയുന്നത്, അല്ലെ? കാണുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ആ രണ്ട് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം സംഖ്യാലോകം എന്തായാലും നോക്കണം. എന്തിനാണ്? സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തൊരു യൂണിറ്റ് വരകൾ ചേരുമ്പോൾ എന്നാണ്. അത് കോണുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജ്യാമിതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ യൂണിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് എല്ലാം ഒന്നും വേണ്ട. ഇതിന്റെ സൈഡ് ബോക്സസ്, അതിനകത്ത് പ്രത്യേകം ബോക്സുകളായിട്ട് ഇട്ടിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, അതിനകത്ത് വരകൾ ചേർത്തിട്ട് കോണുകളായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന അളവുകളിൽ കോണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുക. പൂർണ്ണമായിട്ടൊരു വായനയുടെ ആവശ്യം അവിടെ വരുന്നില്ല. പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആ വരകൾ ചേരുമ്പോൾ. അടുത്തത് ഭാഗം വെക്കൽ. ശരിക്കും ഭിന്നസംഖ്യകൾ തുടങ്ങുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഭിന്നസംഖ്യകൾ തുടങ്ങുന്നത് ഇവിടെയാണെന്ന് പറയാം. മൂന്നാമത്തെ യൂണിറ്റ് ഭാഗം വെക്കൽ ഉറപ്പായിട്ടും വേണം. അതിനോടൊപ്പം തന്നെ അഞ്ചാമത്തെ യൂണിറ്റ് ആയ ഭാഗങ്ങളുടെ സംഖ്യ, അതുപോലെ എട്ടാമത്തെ യൂണിറ്റ് ആയ ഭാഗങ്ങൾ ചേരുമ്പോൾ, ഇത് മൂന്നും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് തന്നെ പഠിക്കാം. 3 കഴിഞ്ഞ് 5 പഠിക്കുക, 5 കഴിഞ്ഞിട്ട് 8 പഠിക്കുക. അപ്പൊ അതിനകത്ത് ഭിന്നസംഖ്യകളെ കുറിച്ച് ഒരു ബേസിക് ധാരണ ഉണ്ടാക്കാൻ ഈ 3 യൂണിറ്റ്സ് ധാരാളം. ഇനി 6ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ ബാക്കി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് വൃത്തങ്ങൾ എന്നാണ്. വൃത്തങ്ങൾ എന്ന യൂണിറ്റ് എന്താന്ന് വെച്ചാൽ വൃത്തങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇപ്പൊ നമ്മൾ കോണുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ വൃത്തങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ആ യൂണിറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ജോമെട്രി പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. എല്ലാം കൂടെ വരച്ചു പഠിക്കാനോ അളവെടുത്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും നിൽക്കണ്ട. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ബോക്സസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇമേജസ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ബോക്സസ് ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന യൂണിറ്റ് പരപ്പിന്റെ അളവ് എന്ന് വെച്ചാൽ പരപ്പളവ് അഥവാ ഏരിയ. പല ഷേപ്സ് തന്നിട്ട് അതിന്റെ ഏരിയയിലേക്ക് എങ്ങനെ പോവാം, എന്താണ് ഏരിയ, ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതെല്ലാം ഈ യൂണിറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് സംഖ്യകൾക്കുള്ളിൽ. ഈ സംഖ്യകൾക്കുള്ളിൽ എന്ന് വെച്ചാൽ സംഖ്യകളുടെ ഘടകങ്ങളെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. സംഖ്യകൾക്കുള്ളിൽ ആരൊക്കെ വരുന്നുണ്ട്, സംഖ്യകളുടെ ചെറിയ രൂപം എന്താണ്, സംഖ്യകളെ ഘടകങ്ങളാക്കി മാറ്റിയാൽ എന്തൊക്കെ കിട്ടും. അവിടെയാണ് നമ്മൾ LCM-ഉം HCF-ഉം ആ ഒരു കൺസെപ്റ്റ് പഠിക്കുക. ചെറു പൊതുഗുണിതം, വൻ പൊതു ഘടകം. ഇത് രണ്ടും ഈ യൂണിറ്റിൽ നിന്ന് ബേസിക് കൺസെപ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അവിടെ നിന്ന് നമുക്കത് നോക്കാൻ പറ്റും. പിന്നെ 9ാമത്തെ യൂണിറ്റ് ചിത്രങ്ങൾ വായിക്കാം എന്നുള്ളതാണ്. അതായത് കുറച്ച് ഇമേജസ് തന്നിട്ട് അതിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സംഗതി നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുക. കാരണം നമ്മുടെ സിലബസിനകത്ത് പാറ്റേണുകൾ എന്ന് പറഞ്ഞൊരു സംഗതി തന്നിട്ടില്ലേ? ഉണ്ട്. ഈ പാറ്റേണുകൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന്, ചിത്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ കളക്ഷനിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അത് മുഴുവൻ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മറിച്ച് നോക്കുക അതിനകത്ത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 6ാം ക്ലാസ്സിൽ പോവാം. 6ാം ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച വരകൾ ചേരുമ്പോൾ എന്ന കോണില്ലേ, അതിവിടെ എത്തുമ്പോൾ കോണുകൾ എന്ന് തന്നെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കോണുകൾ പഠിക്കണം. അതിന്റെ ബാക്കിയാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ശരാശരി. നമ്മുടെ സിലബസിനകത്ത് ശരാശരി തന്നിട്ടുണ്ടല്ലോ. ആ ശരാശരി മുഴുവനായിട്ട്, ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ശരാശരി പഠിക്കാൻ എന്റെ കൺസെപ്റ്റ് മുഴുവനായിട്ട് കിട്ടുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് ആയ ശരാശരി. ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. നല്ല യൂണിറ്റ്. ഓക്കെ, ഇനി 5ാം ക്ലാസ്സിൽ നമ്മൾ 3 യൂണിറ്റിൽ നിന്ന് ഭിന്നസംഖ്യകളെ പഠിച്ചു. അതിന്റെ ബാക്കിയാണ് 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ്. ഭിന്നസംഖ്യകൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 5ാം ക്ലാസ്സിൽ പരപ്പളവ് പഠിച്ചു, അല്ലെങ്കിൽ വിസ്തീർണം എന്താണെന്ന് പഠിച്ചു. അതിന്റെ ബാക്കിയായിട്ട് വ്യാപ്തം എന്ന കൺസെപ്റ്റിലേക്ക്, വിസ്തീർണത്തെ നമുക്ക് എങ്ങനെ വ്യാപ്തത്തിലേക്ക് കൊണ്ടുപോകാം, വോളിയം എന്താണ്, ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് ദശാംശ രൂപങ്ങൾ കണ്ടോ, 5ാമത്തെ യൂണിറ്റ് ദശാംശ രൂപങ്ങൾ. ഈ 5ാമത്തെ യൂണിറ്റ് പഠിച്ചാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, 7ാമത്തെ യൂണിറ്റിലേക്ക് അല്ല. 7ാമത്തെ യൂണിറ്റ് ഏതാ? അത് ദശാംശ രീതി എന്നുള്ളതാണ്. കണ്ടോ? ഓക്കെ, അപ്പൊ 6ാം ക്ലാസ്സിലെ ഈ 2 യൂണിറ്റില് എന്ത് വരുന്നുണ്ട്? ദശാംശ സംഖ്യകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കി അടുത്ത യൂണിറ്റുകളും വരുന്നുണ്ട്. ഈ 6ാം ക്ലാസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ നേരെ 9ാം ക്ലാസ്സിലേക്ക് ഇല്ല. ഈ 9ാം ക്ലാസ്സിലും ദശാംശമായിട്ട് ബന്ധപ്പെട്ട ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചിട്ട് നേരെ അവിടെ പോയി നോക്കുക കേട്ടോ. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അവിടെ എന്ന് പറയാം. ചിലപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നതിന്റെ വലിയൊരു രൂപം, കുറച്ചുകൂടെ വലിയ രൂപമാണ് അവിടെ ഉള്ളത് എന്ന് പറയാം കേട്ടോ. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നോക്കുക.
പിന്നെ നമ്മൾ ഈ സംഖ്യകൾ എന്ന് പറയുന്ന അടുത്തൊരു യൂണിറ്റ്, 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് സംഖ്യകൾ. ഇവിടെ നമ്മൾ സംഖ്യകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച സംഖ്യകളുമായി ബന്ധപ്പെട്ട 2 യൂണിറ്റ് ഉണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഘടകങ്ങളെ കുറിച്ച് പറയുന്നു എന്ന്. പിന്നെ സംഖ്യകളെ കുറിച്ച് അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു യൂണിറ്റ് വരിക. അപ്പൊ ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്ത് പറയുന്നു കോണുകൾ ചേരുമ്പോൾ. നേരത്തെ നമ്മൾ വരകൾ ചേർത്ത് കോണുണ്ടാക്കി, കോണുകളിൽ നിന്ന് എവിടേക്ക് വന്നു? ആ കോണുകൾ നിർമ്മിച്ചിട്ട് പിന്നെ അതിന്റെ കോണുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ആ 1ാമത്തെ യൂണിറ്റ് ആയ കോണുകളിലേക്ക് എത്തി. ഇനി കോണുകളെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം കോണുകളുടെ അളവുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ഏത് യൂണിറ്റിൽ നിന്ന് കിട്ടും? ഈ പറഞ്ഞ കോണുകൾ ചേരുമ്പോൾ എന്ന 8ാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ്, 100ൽ എത്ര, ശതമാനത്തെ കുറിച്ച് മുഴുവൻ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ശതമാനത്തിന്റെ ബേസിക് ആയിട്ടുള്ള മുഴുവൻ കൺസെപ്റ്റ് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യന്റെ വർക്കൗട്ടും കൂടെ മാത്രമേ ആവശ്യമുള്ളൂ. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ 9ാമത്തെ യൂണിറ്റിൽ പറയുന്നുണ്ട്. 6ാം ക്ലാസ്സിലെ 9ാമത്തെ യൂണിറ്റിലെ 100ൽ എത്ര എന്നുള്ളത് ശതമാനത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ പറയുന്നത് അക്ഷരഗണിതം. അക്ഷരഗണിതം എന്ന് വെച്ചാൽ ഇവിടെ ഓൾജിബ്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബഹുപദങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ സർവസമവാക്യങ്ങൾ, അല്ലെ? അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പറയാറുണ്ട്. അതാണ് ബീജഗണിതം, അല്ലെ? അപ്പൊ ഈ ബീജഗണിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അക്ഷരഗണിതം എന്ന് പറയുന്ന ഈ യൂണിറ്റിലാണ്. പക്ഷെ അവിടെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഒന്ന് മറിച്ചു നോക്കുക, അവിടെ എങ്ങനെയാണ് എക്സ് എന്ന് പറയുന്ന സാധനത്തെ ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു. പിന്നെ അടുത്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സ്ഥിതി വിവര കണക്കുകൾ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിക്കോ. അതിനകത്ത് നമ്മൾ ഈ ആവറേജ്, ശരാശരിയൊക്കെ കാണുന്ന പോലെ കുറച്ച് വാല്യൂസ് കൂട്ടുക, ഒരു ടേബിൾ തന്നാൽ അതിൽ നിന്ന് തുക എടുക്കുക, അതിന്റെ എണ്ണം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒരു മിഡിൽ വാല്യൂയിലേക്ക് എത്തുക. അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരാശരിയിൽ ചെയ്യുന്നത്. അതൊരു വലിയ ഡാറ്റ ആയിട്ട് തന്നിരിക്കുന്ന ഏരിയ ആണ് സ്ഥിതിവിവര കണക്കുകൾ. സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിതിവിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണ്ട. പക്ഷേ LPUP പരീക്ഷയ്ക്ക് നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. ഈ പാറ്റേൺ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ബോക്സസ് ഒക്കെ ആവശ്യമുണ്ട്. ഇനി 7ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കോണുകൾ ചേരുമ്പോൾ എന്ന് പറയുന്ന ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ കിട്ടും. കോണുകൾ ചേരുമ്പോൾ. ഓക്കെ, അപ്പൊ 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കോണുകൾ ചേരുമ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കോണുകൾ ചേരുമ്പോൾ എന്ന യൂണിറ്റ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് സമാന്തര വരകൾ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. ഇത് സാധാരണ PSC പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കേണ്ടതില്ല, പക്ഷേ LPUP പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അതായത് സമാന്തര വരകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കോണുകളുടെ സ്വഭാവം, ആ കോണുകൾക്ക് അവിടെ ഉണ്ടാകുന്ന ബന്ധം, ഈ കോണുകളെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും, ഒരു കോണ് തന്നിരുന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്ത കോൺ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ നമുക്ക് ഈ സമാന്തര വരകൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. അതുകൊണ്ട് സമാന്തര വരകൾ എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്നത് എവിടെയാണ്? 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലാണ് മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഓക്കെ, അടുത്തത് മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്ന് വെച്ചാൽ ചില ഓപ്പറേഷൻസ്, കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല്, ഇവർ ഒരുമിച്ച് വന്നാൽ എങ്ങനെയാണ് സംഖ്യകൾ അത് ബാലൻസ് ചെയ്യുക കേട്ടോ. അത് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറില്ലേ? ആ സാധനം നമുക്കിപ്പോ റെഗുലറായിട്ട് നോക്കാത്ത ഒരാളിന് അത്യാവശ്യം ഈ ഒരു യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ ആ ഒരു കണക്ഷൻ കിട്ടും കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ്, ആവർത്തന ഗുണനം മസ്റ്റ് ആയിട്ടും പഠിക്കുക. അതെന്താന്ന് വെച്ചാൽ എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ, അല്ലെ? കൃത്യംഗങ്ങൾ, കൃത്യംഗ നിയമങ്ങളൊക്കെ നമ്മുടെ പരീക്ഷകളിൽ എപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഈ ഒരൊറ്റ യൂണിറ്റ് ധാരാളം. നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റിൽ നിന്ന് ആ നിയമങ്ങൾ ഉപയോഗിക്കേണ്ട രീതിയെല്ലാം കിട്ടും. അടുത്ത ത്രികോണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ശരിക്കും 2 ഡയമെൻഷണൽ ജോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു ത്രികോണം, ത്രികോണത്തിന്റെ പരപ്പളവ്, ഡീറ്റെയിൽ ആയിട്ട് ത്രികോണത്തിനെ കുറിച്ചും പരപ്പളവിനെ കുറിച്ചും പറയുന്നു. അടുത്ത യൂണിറ്റ് വർഗവും വർഗമൂലവും. ഇങ്ങനെ തന്നെ നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യം കിട്ടുകയും ചെയ്യും. ഉറപ്പായിട്ടും പഠിക്കുക. അടുത്തത് വേഗത്തിന്റെ കണക്ക്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇവരെ കുറിച്ച് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് വേഗത്തിന്റെ കണക്ക്. മിക്കവാറും ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അടുത്ത ത്രികോണത്തിന്റെ നിർമ്മിതിയെ കുറിച്ചാണ്. എങ്ങനെ ഒരു ത്രികോണം നിർമ്മിക്കാം, ഒരു ത്രികോണം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അളവുകളുടെ പ്രത്യേകത എന്ത്, അതിനകത്ത് കോണുകൾ എങ്ങനെ വരാം,
വശങ്ങളുടെ അളവുകൾ തമ്മിലുള്ള ബന്ധം എന്ത്, ഇതെല്ലാം ഈ യൂണിറ്റിൽ പറയുന്നുണ്ട്. നോർമൽ PSC പരീക്ഷയ്ക്ക് ഇത് ആവശ്യമില്ല, നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അവിടെയും നമ്മൾ എങ്ങനെ പഠിച്ചാൽ മതി, അത്യാവശ്യം ബോക്സസ് വായിച്ച് വെച്ചാൽ മതി. അതിനകത്ത് നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം ചെയ്യാനായിട്ട് പറ്റും. അംശബന്ധം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അംശബന്ധം അനുപാതം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോ 7ാം ക്ലാസ്സിലെ 9ാമത്തെ യൂണിറ്റിലെ അംശബന്ധം പഠിച്ചു തുടങ്ങിക്കോളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന യൂണിറ്റ് പണമിടപാടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാഭം, നഷ്ടം, ഡിസ്കൗണ്ട് അല്ലെ, അതുപോലെ തന്നെ പലിശ, കൂട്ടുപലിശ, ഇതെല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ വരുന്ന ആൾക്കാരാണ്. ഈ 10ാമത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, ലാഭവും നഷ്ടവും കിട്ടും, സാധാരണ പലിശയെ കുറിച്ചുള്ള അറിവും കിട്ടും. പിന്നെ അടുത്ത യൂണിറ്റ്, അതായത് 8ാം ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ നമ്മൾ കൂട്ടുപലിശയെ കുറിച്ച് പഠിക്കും. അപ്പൊ അതങ്ങ് സെറ്റ് ആവും. ഈ 2 യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ ലാഭം, നഷ്ടം, ഡിസ്കൗണ്ട്, കൂട്ടുപലിശ, പലിശ, ഏത് പലിശ, സാധാരണ പലിശ, ഇത്രയും കാര്യങ്ങൾ ഈ 2 യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റ് കിട്ടും. ഓക്കെ. പിന്നെ വരുന്നത് സംഖ്യകളും ബീജഗണിതവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അക്ഷരഗണിതം, അതിന്റെ ബാക്കിയാണ്. ബീജഗണിതത്തിലേക്ക് വരികയാണ്. അപ്പൊ അക്ഷരഗണിതം കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ ബീജഗണിതം അങ്ങോട്ട് പഠിക്കുക. ഓക്കെ. ഇനി ചതുരങ്ങളും മട്ടത്രികോണങ്ങളും, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ത്രികോണത്തിന്റെ നിർമ്മിതി അല്ലെ, അതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു, ത്രികോണത്തിന്റെ പരപ്പളവ്, അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും പഠിക്കുക. ഓക്കെ. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു കോണുകൾ, കോൺ എങ്ങനെ വന്നു, വരകൾ ചേർന്നു, പിന്നെ കോണിലേക്ക് വന്നു, ഈ കോണുകൾ ചേർത്തിട്ട് വന്നു, പിന്നെ ഈ കോണുകളെ പിന്നെയും ചേർത്ത് നമ്മൾ ഈ ഒരു 7ാം ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടേക്ക് വന്നു, ത്രികോണത്തിലേക്ക് വന്നു. ത്രികോണത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞു, ത്രികോണത്തിന്റെ പരപ്പളവിനെ കുറിച്ച് പറഞ്ഞു. ഇനി സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി പഠിക്കാൻ ശ്രമിക്കുക, ഇത്തരം യൂണിറ്റുകളെ. ഓക്കെ. പിന്നെ വരുന്നത് പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഈ പുതിയ സംഖ്യകളിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില ആൾക്കാരെ പരിചയപ്പെടും. അതായത് നെഗറ്റീവ് സംഖ്യകൾ, ന്യൂനസംഖ്യകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അവരെ എങ്ങനെ കൂട്ടാം, അവരെ എങ്ങനെ കുറയ്ക്കാം, അതെല്ലാം ഉപയോഗിക്കാം. അത് നമുക്ക് ഏത് യൂണിറ്റിൽ നിന്ന് കിട്ടും, ഈ 13ാമത്തെ യൂണിറ്റ് ആയ പുതിയ സംഖ്യകളിൽ നിന്ന്, നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വരുന്ന വൃത്തചിത്രങ്ങൾ, ഇതും ശരിക്കും ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ഇമേജസ് നോക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക, ഇമേജസ് എങ്ങനെ വന്നു, അതിനകത്ത് ഡാറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കി പഠിക്കാനുള്ളതാണ്. ഇനി നമ്മൾ നേരെ 8ാം ക്ലാസ്സിലേക്ക് പോവാണ്. അവിടെ തുല്യ ത്രികോണങ്ങൾ, 7ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി, ത്രികോണങ്ങൾ, സമചതുരങ്ങൾ നമ്മൾ പഠിച്ചു നിർത്തിയില്ലേ, അവിടെ നിന്ന് നേരെ തുല്യ ത്രികോണങ്ങളിലേക്ക് വരിക. ഓക്കെ. അടുത്തത് സമവാക്യങ്ങൾ. നമ്മൾ ബീജഗണിതം പഠിച്ചോ, സംഖ്യകളും ബീജഗണിതവും പഠിച്ചല്ലോ, അതിന്റെ ബാക്കിയാണ് സമവാക്യങ്ങൾ. അതിൽ നിന്ന് നേരെ സമവാക്യങ്ങളിലേക്ക് വരിക. അടുത്തത് ബഹുഭുജങ്ങൾ. ശരിക്കും നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ഡയമെൻഷണൽ ജോമെട്രി തീർക്കണം കേട്ടോ, എന്നിട്ട് മാത്രമേ 3D പഠിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ നമ്മള് ഈ 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ത്രികോണങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പൊ ഈ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് തന്നെ ശരിക്കും ബഹുഭുജങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. ബഹുഭുജം എന്ന് വെച്ചാൽ അഥവാ പോളിഗൺസ് എന്ന് വെച്ചാൽ എന്താണ്, 3ഓ അതിൽ കൂടുതലോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങൾ നമ്മൾ എന്ത് പറയും, ബഹുഭുജങ്ങൾ എന്ന് പറയും. അപ്പൊ ശരിക്കും ബഹുഭുജങ്ങളെ കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഈ ഒരു 3ാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ പോകുന്നത് സർവ്വസമവാക്യങ്ങളെ കുറിച്ചാണ്. a+b² a-b² a²-b² അല്ലെ, അത്തരത്തിലുള്ള സർവ്വസമവാക്യങ്ങൾ സിലബസിൽ വരാത്ത സാഹചര്യങ്ങളിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട നമ്മള് സിലബസ് നോക്കേണ്ട കാര്യമില്ല. ഇവിടെയുള്ള സർവ്വസമവാക്യങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അടുത്ത യൂണിറ്റ് പണവിനിമയം. ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിലെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 8ാം ക്ലാസ്സിലെ പണത്തിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ എന്ത് പഠിക്കുന്നു, കൂട്ടുപലിശയെ കുറിച്ച് പഠിക്കുന്നു. പ്രത്യേകം നോട്ട് ചെയ്തോ. അടുത്ത ചതുർഭുജങ്ങളുടെ നിർമ്മിതി. ഇവിടെ ചതുർഭുജം നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് പഠിക്കണ്ട, പക്ഷെ ചതുർഭുജങ്ങളുടെ ഷെയ്പ്സിനെ കുറിച്ച്, ഏതൊക്കെയാണ് ചതുർഭുജങ്ങൾ ഉള്ളത്, ഓരോ ചതുർഭുജത്തിന്റെയും വശങ്ങളും കോണുകളും തമ്മിലുള്ള ബന്ധം എന്ത്, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ യൂണിറ്റിൽ അതിന്റെ ഇമേജ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചോ. അതുപോലെ 7ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു, അംശബന്ധത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ നേരെ 8ാം ക്ലാസ്സിലേക്ക് വന്നു, അതിന്റെ ബാക്കി തന്നെയാണ്. അപ്പൊ ആ അംശബന്ധത്തിന് ശേഷം ഇവിടുത്തെ അംശബന്ധത്തിലേക്ക് വരിക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്തത് ചതുർഭുജ പരപ്പളവ്. അപ്പൊ ചതുർഭുജങ്ങളുടെ നിർമ്മിതി പഠിച്ചതു,
അവിടെ എന്തായിരുന്നു, ചതുർഭുജങ്ങളുടെ ഷേപ്പ് എങ്ങനെയാണ്, അവരുടെ കോണുകളുടെ പ്രത്യേകത എന്താണ്. അവിടെ നേരെ ചതുർഭുജങ്ങളുടെ പരപ്പളവിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ചതുർഭുജങ്ങളുടെ നിർമ്മിതി കഴിഞ്ഞ് അടുത്ത് പഠിക്കേണ്ട യൂണിറ്റ് ഏതാ, ചതുർഭുജങ്ങളുടെ പരപ്പളവ് കേട്ടോ. അപ്പൊ ബഹുഭുജങ്ങൾ കഴിഞ്ഞു, ചതുർഭുജങ്ങളിലേക്ക് വന്നു, അതിന്റെ നിർമ്മിതി എന്ന് വെച്ചാൽ ഷേപ്സ് കിട്ടി, പിന്നെ പരപ്പളവ് അഥവാ ഏരിയയിലേക്ക് വന്നു. അടുത്ത ന്യൂനസംഖ്യകൾ. 7ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ന്യൂനസംഖ്യകൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അത് അവിടെ ന്യൂനസംഖ്യകൾ എന്ത് എന്ന് പരിചയപ്പെട്ടാണ് വന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ന്യൂനസംഖ്യകളുടെ ഓപ്പറേഷൻസ്, അവിടെ നമ്മൾ അഡിഷൻ സബ്ട്രാക്ഷൻ പഠിക്കും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലെയുള്ള വലിയ വലിയ ഓപ്പറേഷൻസ് പഠിക്കും. അടുത്ത യൂണിറ്റ് സ്ഥിതിവിവര കണക്കാണ്. ഈ സ്ഥിതിവിവര കണക്കിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് തന്നെ പ്രോബ്ലംസ് ചെയ്തിട്ടിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം അത് അത്തരം ചോദ്യങ്ങൾ, അതായത് ടേബിൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ തന്നിട്ട് ഇതുപോലെ വാല്യൂസ് അറേഞ്ച് ചെയ്യാനോ അതിൽ മിസ്സായി പോയ വാല്യൂ കണ്ടെത്താനോ ഒക്കെ നമുക്ക് ഈ യൂണിറ്റുകൾ പ്രയോജനപ്പെടും, വിടരുത് കേട്ടോ. 9ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പരപ്പളവ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പരപ്പളവ് എന്ന് വെച്ചാൽ പല ഷേപ്സുകളുടെ എന്താണ് വിസ്തീർണത്തെ കുറിച്ച് പറയുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 6ാം ക്ലാസ്സിലെ ദശാംശം പഠിച്ചിട്ട് നേരെ നിങ്ങൾ വരേണ്ടത് 9ാം ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് വലിയൊരു വേർഷൻ ആണ്. അപ്പൊ അത് തുടർച്ചയായിട്ട് തന്നെ പഠിക്കുക, മറക്കരുത്. ഓക്കെ, അടുത്ത യൂണിറ്റ് സമവാക്യങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ആണോ? അല്ല, സമവാക്യ ജോഡികളാണ്. ഈ സമവാക്യ ജോഡികൾ ആരാണെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സമവാക്യങ്ങളുടെ ബാക്കിയാണ്. 7ാം ക്ലാസ്സിൽ നമ്മൾ ഒരൊറ്റ വേരിയബിൾ മാത്രം എക്സോ വൈയോ അങ്ങനെ ഏതെങ്കിലും ഒരു ചരം മാത്രം ഉപയോഗിക്കുന്ന സമവാക്യങ്ങൾ പഠിച്ചു എങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം വേരിയബിൾസ് വരുന്ന സമവാക്യങ്ങളെ കുറിച്ചും ഈ സമവാക്യങ്ങളെ എങ്ങനെ ജോഡികളാക്കി സോൾവ് ചെയ്യണം, അതിന്റെ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടെത്താം, അതെല്ലാം പഠിക്കുന്നുണ്ട്. എഴുതി തന്നെ പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, ഒരു ചോദ്യം പോലും വിട്ടുപോവാതെ പഠിക്കുക. സമവാക്യ ജോഡികളും സമവാക്യങ്ങളും. ഓക്കെ, അത് തുടർച്ചയായി തന്നെ പഠിക്കുക. അടുത്ത പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഈ പുതിയ സംഖ്യകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ സംഖ്യകളല്ല, നെഗറ്റീവ് സംഖ്യകളല്ല. ഇത് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് അല്ലെ. ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും നമ്മൾ പറയാറുണ്ട്. എന്താണ്? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റും. അതുപോലെ തന്നെ റാഷണൽ ആൻഡ് ഇറാഷണൽ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അല്ലെ. റാഷണൽ എന്ന് വെച്ചാൽ ഭിന്നക സംഖ്യകൾ, അതുപോലെ അവരുടെ ഓപ്പോസിറ്റ് ആണ് ഇറാഷണൽ അഥവാ അഭിന്നക സംഖ്യകൾ. അപ്പൊ ഈ അഭിന്നക സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ അഭിന്നക സംഖ്യകൾ എന്താണ്, ഈ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പുതിയ അറിവുകൾ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏത്, ഇതിന്റെ ഈ അഭിന്ന സംഖ്യകളുടെ വില, ശരിക്കുള്ള വില എങ്ങനെ നമുക്ക് ഡെസിമലിൽ കണ്ടെത്താം, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച വൃത്തങ്ങളുടെ അളവുകൾ ഉണ്ടായിരുന്നല്ലോ, ആ വൃത്തങ്ങളിൽ നിന്ന് ഇവിടുത്തെ വൃത്തങ്ങളിലേക്ക് തുടർച്ചയായി തന്നെ വരിക. ആ വൃത്തം പഠിച്ചിട്ട് ഇവിടുത്തെ വൃത്തത്തിലേക്ക് വരിക. അടുത്തത് സമാന്തര വരകൾ. നേരത്തെ നമ്മളൊരു സമാന്തര വരകളെ കുറിച്ച് ഒരു യൂണിറ്റ് പറഞ്ഞില്ലേ, അവിടെ ജസ്റ്റ് എന്താണ് സമാന്തര വര, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു എങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ഈ സമാന്തര വരകൾ ചേരുമ്പോഴുണ്ടാകുന്ന കോണുകളെ നമുക്ക് ചോദ്യങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചിട്ട് നേരെ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ, ഈ നോട്ട് എഴുതി വെക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ കണക്ഷൻ എഴുതി വെക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന തുടർച്ചയായി വരുന്ന യൂണിറ്റ്സ് ഒരുമിച്ച് എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് ക്ലാസ്സും മാർക്ക് ചെയ്യുക, ആ യൂണിറ്റിന്റെ പേര് മാർക്ക് ചെയ്യുക. അപ്പൊ 6ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിൽ ഏതൊക്കെ യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് 9ാം ക്ലാസ്സിലേക്ക് വരുന്നത് എന്ന് എഴുതി വെക്കുക. 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് വന്നത് ഏത് യൂണിറ്റിൽ എന്ന് നോക്കുക. പിടികിട്ടിയോ? അങ്ങനെ നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ യൂണിറ്റ് തീർത്ത് വരിക എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സദൃശ ത്രികോണങ്ങൾ. ത്രികോണങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് സാദൃശ്യം. ത്രികോണങ്ങളുടെ സാദൃശ്യം അല്ലെ. ഒരുപോലെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ത്രികോണങ്ങൾ എന്താണ്, ആ ത്രികോണങ്ങളെ നമുക്ക് എങ്ങനെ പല ചോദ്യങ്ങളിൽ ഉപയോഗിക്കാം. നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ 2 ത്രികോണങ്ങൾ തന്നിട്ട് ഇതിൽ കോണുകളെ കണക്ട് ചെയ്യുന്ന കാര്യം, വശങ്ങളെ കണക്ട് ചെയ്യുന്ന കാര്യം, അവ തമ്മിലുള്ള അംശബന്ധം, ഇതൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്തോ, ആവശ്യം വരും. അടുത്തത് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ഏരിയ ആണ്. പോളിനോമിയൽസ്, പി ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ. അത്തരം ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. 8ാമത്തെ യൂണിറ്റ് ബഹുപദങ്ങൾ പഠിച്ചേ പറ്റൂ. അടുത്തത് വൃത്തങ്ങളുടെ അളവുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൃത്തങ്ങളുടെ
ഒരു കണ്ടിന്യൂഷൻ ആണ്. വൃത്തങ്ങൾ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ആദ്യം വൃത്തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഇവര് തമ്മിലും ഒരു ബന്ധമുണ്ട്, നോക്കിക്കോ. അടുത്തത് രേഖീയ സംഖ്യകൾ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഒരു സംഖ്യാരേഖയിൽ സംഖ്യകൾ തമ്മിലുള്ള അകലം എന്ത്? സംഖ്യാരേഖയിൽ ഒരു നിശ്ചിത അകലത്തിലുള്ള സംഖ്യയെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അത് അധികം ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ചോദ്യം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്, എന്നാലും അതൊന്ന് നോക്കിയോ. ഓക്കെ, 3D ജോമെട്രി അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി, ത്രിമാന ജ്യാമിതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. 11ാമത്തെ യൂണിറ്റ് സ്തംഭങ്ങൾ. എന്താണ് സ്തംഭങ്ങൾ? അതിന്റെ മുഖങ്ങളുടെ പ്രത്യേകത, മൂലകളുടെ പ്രത്യേകത, വക്കുകളുടെ പ്രത്യേകത, ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പഠിക്കും. അതുപോലെ അംശബന്ധം പഠിച്ചു വന്ന നിങ്ങൾക്ക് അടുത്ത് അതിന്റെ ബാക്കി അനുപാതം. അംശബന്ധത്തിന്റെ 2 യൂണിറ്റ് നമ്മളിപ്പോ പറഞ്ഞു. 7ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 8ൽ വന്നു, ഇപ്പോ 9ാം ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് അനുപാതം പഠിക്കണം. സ്ഥിതിവിവര കണക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ നേരെ കണക്ഷൻ ആണ് വരുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ചോദ്യങ്ങൾ ചെയ്തിരിക്കുന്ന രീതി ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ആണ്. 7ാം ക്ലാസ്സിലാണ് നമ്മൾ എല്ലാ യൂണിറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത്, അല്ലെ? അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അവിടെ ഒരു യൂണിറ്റ് പോലും നമുക്ക് വെറുതെ കളയാനില്ല. അതുപോലെ തന്നെയാണ് 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ സിലബസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാ യൂണിറ്റും പഠിക്കണം, മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. ഇതിനകത്ത് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത പരീക്ഷാ സീസണുകൾ വളരെ കുറവായിരിക്കും, അല്ലെ? അതുപോലെ വൃത്തങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആ 9ാം ക്ലാസ്സിലെ വൃത്തങ്ങളുടെ അളവുകളിൽ നിന്ന് നേരെ ഇവിടുത്തെ വൃത്തങ്ങളിലേക്ക് വരിക ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഈ സാധ്യതകളുടെ ഗണിതം നമ്മുടെ സിലബസിനകത്ത് പറയാറില്ല. സാധ്യത കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയാറില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പല പരീക്ഷകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സാധ്യതകൾ കണ്ടിട്ടുണ്ട്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഈ യൂണിറ്റിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യം കിട്ടും. രണ്ടാംകൃതി സമവാക്യങ്ങൾ, നമ്മൾ നേരത്തെ സമവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു, സമവാക്യ ജോഡികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങളിലേക്ക് ഇവരെ തുടർച്ചയായി തന്നെ പഠിച്ചു വരിക. എങ്ങനെയാണ് വേരിയബിൾ ഉപയോഗിക്കുന്നത്, വേരിയബിളിൽ നിന്ന് എങ്ങനെ സമവാക്യങ്ങൾ ഉണ്ടായി, സമവാക്യങ്ങളിൽ നിന്ന് എങ്ങനെ സമവാക്യ ജോഡികൾ ഉണ്ടായി, സമവാക്യ ജോഡികളിൽ നിന്ന് രണ്ടാംകൃതി സമവാക്യങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം. അടുത്ത ത്രികോണമിതി. ത്രികോണമിതി എന്ന് വെച്ചാൽ നമ്മൾ സൈൻ, കോസ്, ടാൻ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ്. അവിടെ മാത്രമല്ല പൈതഗോറസ് തിയറത്തെ എങ്ങനെ ഉപയോഗിക്കാം, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ റിലേഷൻ എങ്ങനെ, ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ വരിക. ഇതിനകത്ത് സൈനും കോസും ടാനും ഒന്നും അധികം നിങ്ങൾ കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട, അതിന്റെ റിലേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എല്ലാ വാല്യൂവും കൂടെ കാണാതെ പഠിക്കാനൊന്നും നിൽക്കണ്ട. റിലേഷൻ എങ്ങനെയാണ് സൈൻ വാല്യൂ വരുന്നത്, എങ്ങനെ കോസ് വാല്യൂ വരുന്നു, ടാൻ വാല്യൂ വരുന്നു, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ധാരാളം കേട്ടോ. പിന്നെ ഉള്ളത് സൂചക സംഖ്യകൾ. ഈ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന 6ാമത്തെ യൂണിറ്റും 9ാമത്തെ യൂണിറ്റായ ജ്യാമിതിയും ബീജഗണിതവും ഇതിന്റെ തുടർച്ചയായി പഠിച്ചു വെക്കുക. സൂചക സംഖ്യകൾ എന്ന യൂണിറ്റിന്റെ ബാക്കിയാണ് ജ്യാമിതിയും ബീജഗണിതവും. ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും വരും. അടുത്തത് സർക്കിൾ എന്ന് പറയുന്ന പാഠയിലെ 2ാമത്തെ, അതിന്റെ ബാക്കിയാണ് തൊടുവരകൾ എന്ന 7ാമത്തെ യൂണിറ്റ്. മസ്റ്റ് ആയിട്ടും ഇവരെ തുടർച്ചയായി തന്നെ പഠിക്കുക. വൃത്തങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് തന്നെ തൊടുവരകൾ പഠിക്കുക. എന്ന് വെച്ചാൽ ഈ വൃത്തങ്ങൾ എന്ന പാഠത്തിൽ പഠിച്ചതിന്റെ നേരെ ബാക്കി കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നല്ല, ഈ വൃത്തങ്ങളെ ചുവട് പിടിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ, തൊടുവരകളിലേക്ക് പോകാൻ. ഓക്കെ, ഇനി 8ാമത്തെ യൂണിറ്റ് ഘനരൂപങ്ങൾ. നമ്മൾ എവിടെ തുടങ്ങി വെച്ചു, 9ാം ക്ലാസ്സിൽ സ്തംഭങ്ങൾ തുടങ്ങി വെച്ചു, 3D ജോമെട്രി. അതിന്റെ ബാക്കിയാണ് ഘനരൂപങ്ങൾ, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ബഹുപദങ്ങൾ. 9ാം ക്ലാസ്സിൽ ഒരു പോളിനോമിയലിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു, അവിടെ പഠിച്ചതിന്റെ ബാക്കി കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 10ാം ക്ലാസ്സിലെ സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്ന യൂണിറ്റ് മസ്റ്റ് ആയിട്ട് പഠിക്കുക, പൂർണ്ണമായും പഠിക്കുക. അതിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ മോഡ്, മീഡിയൻ എന്ന തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ദാക്ഷിണ്യവും വിചാരിക്കരുത്. 10ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റ് മസ്റ്റ് ആയിട്ടും പഠിച്ചേ പറ്റൂ. അത് പൂർണ്ണമായിട്ടും മറ്റ് യൂണിറ്റുകൾ എങ്ങനെ പഠിക്കുന്നോ അതേ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. മറ്റു ക്ലാസ്സുകളിലൊന്നും ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ യൂണിറ്റ് ഞാൻ അത്ര പ്രാധാന്യം ഉള്ളതാണെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് നിങ്ങൾ ഓടിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ 10ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റ് മസ്റ്റ് ആയിട്ട് നോക്കണം, ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് ആ പഠിച്ചിരിക്കേണ്ട യൂണിറ്റ്സിന്റെ ലിസ്റ്റ്. അപ്പൊ ഏകദേശം നമ്മൾ തുടർച്ചയായി പഠിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ രണ്ടായിട്ടാണ് പറഞ്ഞത്, സിലബസ് പ്രത്യേകം, യൂണിറ്റ് പ്രത്യേകം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഓരോ
സിലബസ് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിനനുസരിച്ച് യൂണിറ്റ്സ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വെറുതെ നിങ്ങൾക്ക് എഴുതി തരുന്ന പോലെ ആവും. നിങ്ങൾ അത് എഴുതിയത് അതുപോലെ അങ്ങ് മാറ്റി വെക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരല്പ ജോലിയുണ്ട്. ആദ്യം നിങ്ങൾ തന്നിട്ടുള്ള ആ സിലബസ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മളിവിടെ സൂചിപ്പിച്ച യൂണിറ്റുകളിൽ ഓരോ ടോപ്പിക്കിനും ഞാൻ പറഞ്ഞ യൂണിറ്റ്സ് നിങ്ങൾ അതിലേക്ക് എഴുതി ചേർക്കുക. നിങ്ങൾ തന്നെ എഴുതി ചേർത്താൽ മതി. ഞാനത് തന്ന് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആ യൂണിറ്റ്സിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. എന്നാലേ നിങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധം വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് തരാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ പേജസ് ആയിട്ട് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന പോലെ ആ ഒരു ലിസ്റ്റ് എടുത്താൽ മതി. ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ യൂണിറ്റ്സ് ഏതാണോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാനും ശ്രമിക്കുക. അത് ഉപകാരപ്പെടും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് കേട്ടോ. പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞ യൂണിറ്റ്സ് ഒന്നിലധികം തവണ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ യൂണിറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതുവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ലിസ്റ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഹാർഡ് കോപ്പി തന്നെ വാങ്ങി വെച്ച് പഠിക്കുക. എന്തായാലും അധികം സമയം കളയാനില്ല. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. കണക്ക് ഇപ്പോഴേ തുടങ്ങിയാലേ നിങ്ങൾ പരീക്ഷ സമയമാകുമ്പോൾ ഇത് ഫിനിഷ് ചെയ്യുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ പുറകിലായി പോവും, മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ കയറി പോവും. ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ യൂണിറ്റ് വർക്കൗട്ട് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിനകത്ത് നിന്ന് പ്രധാനമായിട്ട് എടുത്ത് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ തരാം. തൽക്കാലം SCERT തീർത്തു വരൂ, അപ്പോഴത്തേക്ക് നമുക്ക് NCERT എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മുഴുവൻ SCERT ടെക്സ്റ്റിൽ നിന്ന് കിട്ടും. ജസ്റ്റ് വർക്കൗട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആരെ ആശ്രയിക്കുന്നത്, NCERT ചോദ്യങ്ങളെ ആശ്രയിക്കുന്നത്. എല്ലാ യൂണിറ്റും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പഠിക്കേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും, പച്ച മലയാളത്തിൽ കിട്ടും. പിന്നെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മറ്റ് ടെക്സ്റ്റുകൾ ആശ്രയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ആ ചാർട്ടിനനുസരിച്ച് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.